യെസ്, ഷെഫീഖുണ്ട്. ഷെഫീഖ്, ഒരു ജീവൻ കഴിഞ്ഞ 5 ദിവസമായി ആ മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ്. ആ ലോറിയുടെ ഉടമ പറയുന്നതനുസരിച്ച് ഈ ശാസ്ത്രീയപരമായിട്ടൊന്നുമല്ല രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരുടെ ആശങ്കകൾക്ക് വകയുണ്ട്. കാരണം 5 ദിവസമായി ഒരു മനുഷ്യജീവൻ അവിടെ കിടക്കുകയാണ്. എന്ത് കാര്യങ്ങളാണ് അവർ പറയുന്നത്? അവർ പറയുന്നതനുസരിച്ച് ഈ മണ്ണെടുപ്പൊക്കെ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവർ പറയുന്നത്? ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമേ രക്ഷാപ്രവർത്തനം എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരുന്നുള്ളൂ. അതിനു മുൻപ് ഈ ദേശീയപാതയിലുണ്ടായിരുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നിരുന്നു. ആ പ്രവൃത്തിക്ക് പോലും ആവശ്യത്തിന് വേഗതയുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6:30 മണി മുതൽ മണ്ണെടുക്കുന്ന പ്രവൃത്തി മാത്രം നടക്കുന്നുണ്ട്. പക്ഷെ മണ്ണെടുപ്പിന്റെ വേഗതയും വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ അല്പസമയം മുൻപ് മനാഫ് നമ്മളോട് പറഞ്ഞത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ എടുക്കുന്ന മണ്ണ് മുഴുവൻ അവിടുന്ന് മാറ്റണമെങ്കിൽ ടിപ്പർ വഴി മണ്ണ് കൊണ്ടുവരേണ്ടതുണ്ട്. ആ മണ്ണ് കൊണ്ടുവരുന്ന ടിപ്പർ ലോറികളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ലോഡ് മണ്ണ് വന്നാൽ പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അടുത്ത ലോഡ് മണ്ണ് വരുന്നത്. അപ്പോൾ അവിടെ ആ മണ്ണ് കോരുന്നതിനുള്ള ഈ JCBകളുടെ എണ്ണം പോലും വളരെ കുറവാണ് എന്നാണ് മനാഫ് പറയുന്നത്. ഈ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തുന്നത്. മാധ്യമങ്ങൾ അവിടെ എത്തിയാൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നും ഈ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, ബന്ധുക്കൾ ഇവിടെ കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ആ പ്രദേശത്തേക്ക് പോവാൻ അനുവദിക്കുന്നില്ല. അവരോട് ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പറഞ്ഞത് 2 പേരെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാം. അങ്ങനെ 2 പേരാണ്, സഹോദരി ഭർത്താവ് ഉൾപ്പെടെ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചത്. എന്നാൽ അവർ 5 പേരുണ്ട്. 5 പേരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. എവിടെയാണ് ഈ ട്രക്കുള്ളത്, ആ വാഹനമുള്ള സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പ്രധാനമായും ഉന്നയിച്ചത് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്ന മണ്ണ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആണ് നിക്ഷേപിക്കുന്നത്. അവിടെ നിന്ന് എടുത്ത് പരിശോധിച്ച് വാഹനമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമല്ല ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്ന മണ്ണ് മറുവശത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് എടുത്ത മണ്ണ് അടുത്ത സ്ഥലത്ത് തന്നെ അവിടെ തന്നെ നിക്ഷേപിച്ചാൽ അതിനകത്തായി ആണ് വാഹനം ഉള്ളതെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരു ശാസ്ത്രീയമല്ലാത്ത സ്വഭാവത്തിലുള്ള മണ്ണ് മാറ്റലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളിലൂടെയുള്ള പരിശോധന നടക്കും എന്ന് പറയുന്നു. പക്ഷെ ബംഗളൂരുവിൽ നിന്ന് അല്പസമയം മുൻപ് ഇവിടെ എത്തും എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നെങ്കിലും നേരത്തെ അത് 8 മണി പറഞ്ഞിരുന്നു. 9 മണിക്കെത്തും എന്ന് പിന്നീട് ജില്ലാ കളക്ടർ ഓഫീസ് അറിയിച്ചു. 9 മണി കഴിഞ്ഞിട്ടും ഈ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം NDRFന്റെയും SDRFന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ നടക്കുന്നില്ല എന്ന കാര്യവും ആണ് മനാഫ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ദേശീയപാതയുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവിടെ നിന്ന് മണ്ണ് നീക്കണം. ആ മണ്ണ് നീക്കൽ ആണ് കഴിഞ്ഞ 5 ദിവസവുമായി നടന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ തിരച്ചിൽ നടത്തിയതെങ്കിൽ അതിന്റെ ഒരു വേഗത വേണ്ട രൂപത്തിൽ ഇന്നില്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ പോലെയല്ല. ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മലയിൽ നിന്ന് നീരൊഴുക്ക് ശക്തമായിരുന്നു. എന്നാൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്, കാറ്റും ഇല്ല. അതോടൊപ്പം തന്നെ തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നീരൊഴുക്കും കുറവാണ്. ഇന്ന് ഒരു സംശയം, അതായത് ഇപ്പോൾ നിലവിൽ എത്ര മീറ്റർ മണ്ണാണ് മാറ്റിയത്? ഒരു മല ഒന്നാകെ ഈ ദേശീയപാതയിലേക്ക് വീഴുന്നു. എത്ര മീറ്റർ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് ഈ കളക്ടറും സംഘവും പറയുന്നുണ്ടോ? എത്ര മീറ്റർ മണ്ണ് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞു എന്ന് ഔദ്യോഗികമായി ഒരു കണക്ക് വ്യക്തമല്ല. പക്ഷെ നമ്മൾ ഈ മണ്ണ് വീണ 100 മീറ്ററിന്റെയും ഇരുവശത്തും നമ്മൾ എത്തിയിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ മണ്ണ് 2 ഭാഗത്തു നിന്നുമുള്ള മണ്ണ് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നല്ല ഉയരത്തിൽ മണ്ണ് വീണിട്ടുണ്ട്. മണ്ണ് മാറ്റാൻ ശ്രമകരമാണ്. പക്ഷേ ശ്രമകരമാണെങ്കിൽ പോലും കൂടുതൽ ഫോഴ്സിനെയും കൂടുതൽ മനുഷ്യവിഭവവും എത്തിച്ച് അതുപോലെ തന്നെ യന്ത്രങ്ങളും എത്തിച്ച് അത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് സാധാരണ നടക്കേണ്ടത്.
ശ്രദ്ധിക്കേണ്ടത്. 5 ദിവസമായിട്ടും അതിനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല എന്നതാണ് കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമയും അതോടൊപ്പം ഈ നാട്ടിലുള്ള ആളുകൾ അടക്കം ഈ നാട്ടുകാരും പരാതി പറഞ്ഞത്. കേരളത്തിൽ നിന്ന് വന്നവർ മാത്രമല്ല, ഈ നാട്ടിൽ നിന്നുള്ള ആളുകളുടെ പരാതിയും മണ്ണെടുക്കുന്നത് വളരെ പതുക്കെയാണ്, അതിന് ആവശ്യത്തിനുള്ള മനുഷ്യവിഭവമില്ല, യന്ത്രങ്ങളും വളരെ കുറവാണ് എന്ന ഒരു ആരോപണം നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. ഈ മണ്ണ് ആദ്യം വീണത് ഒരു ചായക്കടയുടെ അടുത്താണ്. അവിടെ നിന്നിരുന്ന ഒരു 5 പേരുടെ മുകളിൽ വീണിരുന്നു. അവരുടെ മൃതദേഹം അന്ന് തന്നെ കിട്ടി. 2 മൃതദേഹം കൂടി കിട്ടി. ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് 10 പേര് 3 പേര് മിസ്സിംഗ് കേസുണ്ട്. 3 പേരെയാണ് കണ്ടെത്താൻ, അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ എത്ര പ്രദേശത്ത് മണ്ണാണ് നീക്കിക്കഴിഞ്ഞത്, എത്ര മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും അത് നീക്കാനാവും എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം ജില്ലാ ഭരണകൂടം നമുക്ക് പങ്കുവെക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത അവർക്കില്ല എന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പറയേണ്ടി വരും.